അഭിമന്യുവിന്റെ സാരഥിയെ അവർ കൊന്നു. ശേഷം എല്ലാവരും കൂട്ടമായി അയാളെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. അയാളുടെ ആയുധം കയ്യിൽ നിന്നും തെറിച്ചുപോയി. നിരവധി അമ്പുകൾ ആ 16 വയസ്സുകാരന്റെ ശരീരത്തിൽ ആഞ്ഞു കയറി. അയാൾ രഥത്തിൽ നിന്നും താഴെ വീണു. വേദനയാൽ അയാൾ നിലവിളിച്ചു. ഉടൻ തന്നെ ദ്രോണാചാര്യർ നിർത്തുവാനായി ഒച്ചയെടുത്തു. അയാൾക്കത് കണ്ടു നിൽക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾ ദുര്യോധനന്റെ അടുത്തെത്തി. ദുര്യോധന, ആയുധം കയ്യിലില്ലാത്ത യോദ്ധാവിനെ എങ്ങനെയാണ് ആക്രമിക്കാൻ കഴിയുക? നീ ഒരു യോദ്ധാവ് തന്നെയാണോ ദുര്യോധന? ദുര്യോധനന് മറുപടി ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയം എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ശബ്ദം അവരെ ഞെട്ടിച്ചത്. എന്നാൽ ശബ്ദത്തേക്കാൾ ഉപരി ആ കാഴ്ച അവരെ ഭയപ്പെടുത്തി. അഭിമന്യു രഥത്തിന്റെ ചക്രമേന്തി നിൽക്കുന്നു.